ചേട്ടാ കണ്ണുകുത്തി വണ്ടി ഓടിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതെന്തൊരു ജന്മം? ഗെയിം മൊത്തം കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുകയാണല്ലേ. ഞാൻ ഇതിന്റെ ഫുൾ ലെവൽ 10-20 പ്രാവശ്യം കളിച്ചു തീർത്തലാണ്. പിന്നെ ഞാൻ എന്തിനാ കളിക്കുന്നത്? അടിപൊളി. നൊസ്റ്റാൾജിയക്കും അടുത്ത് തുടങ്ങി. ഞാൻ പുതിയൊരു പ്ലേ സ്റ്റേഷൻ ആമസോണിൽ നോക്കി വെച്ചിട്ടുണ്ട്, മേടിക്കണം. അതിനൊക്കെ ഒരുപാട് കാശാവും. കാശൊക്കെ എൻ്റെ അടുത്തുണ്ട്. എവിടുന്ന്? ഞാൻ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. കൂട്ടി ഇതിനൊക്കെ നിനക്ക് കാശുണ്ടല്ലേ? എടാ കഴിഞ്ഞ മാസം ഞാൻ കറണ്ട് ബില്ല് അടയ്ക്കാൻ ചോദിച്ചപ്പോൾ നിനക്ക് എന്തൊരു ദാരിദ്ര്യം വരുന്നു? ആ ദാരിദ്ര്യമൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇതൊരു അത്യാവശ്യ കാര്യമല്ലേ. പിന്നെ എന്താ അത്യാവശ്യം? പ്ലേ സ്റ്റേഷൻ കളിച്ചില്ലെങ്കിൽ ഇപ്പം ഈ വീടൊക്കെ കൂട്ടി ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും. നീ എന്ത് ചിരിക്കുന്നു? എടാ നിന്നോടാ പറയുന്നത്. ദൈവം ഇതൊക്കെ ആരോട് പറയാനായിട്ട്? അതെ നിന്നേക്ക് ഇവിടെ ജീവിതകാലം മൊത്തം പോറ്റിക്കോളാം ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലടാ. എടാ സാമ ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത്. പിന്നോ ഗെയിമിൽ തോപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്തൊക്കെ കേൾക്കണം മനുഷ്യൻ. രണ്ടുപേരും പൊളിച്ചല്ല ശരിക്കും? ആ സത്യമായിട്ടും പ്രൊഫഷണൽ ആക്ടേഴ്സിനെ പോലെ ഉണ്ട് പെർഫോമൻസ്. അവി വേണ്ടാട്ടോ, ആവശ്യമില്ലാത്ത കോൺഫിഡൻസ് ഒന്നും കൊടുക്കണ്ട. ഇനി അങ്ങോട്ട് ഫുൾ ഓവർ ആക്ടിങ് ആയിരിക്കും. അത് ഞാൻ നോക്കിക്കോളാം. അപ്പൊ നിങ്ങളെന്നാ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തോളൂ കേട്ടോ. ഇനിയുള്ള സീൻസ് ഔട്ട്ഡോർ ആണ്. ഓക്കെ ശരി. എടോ ദിവ്യ, എടോ ഈ ചായ ഒക്കെ കൊടുക്കാനായിട്ട് ആക്ച്വലി ഇവിടെ സെറ്റിൽ ആൾക്കാരുണ്ട്. താനിതെങ്ങാനും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ അടുത്ത ബ്രേക്ക് ആവുന്ന സമയത്ത് താൻ കൊടുക്കേണ്ടത് എല്ലാവർക്കും ചായ. അതിനിപ്പോ എന്താ, ഇത് നമ്മുടെ സെറ്റ് അല്ലേ. എനിക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാ. അടിപൊളി. എന്നൊരു പണി താൻ എന്നെ അസിസ്റ്റ് ചെയ്തു. ആക്ച്വലി ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു. നമുക്ക് അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കാം. ഫ്രീ ആണെങ്കിൽ മതി കേട്ടോ. ഞാൻ ഫ്രീ ആണ്. ഇനി ബാക്കി കുറച്ച് ഇൻസേർട്ട് ഷോട്ട്സ് മാത്രമേ ഉള്ളൂ. അത് അവന്മാരെ എടുത്തോളൂ. ഓക്കെ. അതെ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഷൂട്ടിംഗ് നേരിട്ട് കാണുന്നത്. അതെ, ഈ സിനിമയിൽ നമ്മൾ രാത്രിയായിട്ട് കാണുന്നൊക്കെ ശരിക്കും രാത്രിയിൽ ഷൂട്ട് ചെയ്യുന്നതെന്നാ ഞാൻ വിചാരിച്ചേ. അടിപൊളി. ആരാണ് അസിസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്? ഞാൻ പോവല്ലേ, ഞാൻ ശരിക്കും സീരിയസ് ആണ് കേട്ടോ. എനിക്ക് നിന്റെ അസിസ്റ്റന്റ് ആവണം. അതിനെന്താണ്, നമുക്ക് നോക്കാലോ. പ്രത്യേകിച്ച് ഈ വർക്കിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇല്ലേ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, എനിക്ക് എല്ലാ ദിവസവും ഒരു ബിരിയാണി മേടിച്ചെന്നാ മതി. അത് ഞാൻ ഏറ്റു. അത് നമ്മുടെ ഐറ്റം ആണല്ലേ. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നീ എന്താണ് 10th എക്സാം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു കോണ്ടാക്ട് ഇല്ലാതെ പോയി കളഞ്ഞത്? ഞാൻ ആക്ച്വലി കുറെ തവണ ലാൻഡ് ലൈനിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. അത് പിന്നെ നമ്മുടെ ഫൈനൽ എക്സാം കഴിഞ്ഞ എൻ്റെ അടുത്ത ദിവസമാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. അപ്പൊ പിന്നെ എൻ്റെ മാമന്മാരൊക്കെ കൂടെ എന്നെ അമ്മേനെയും കൂടെ തറവാട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഞാൻ പഠിച്ചതൊക്കെ തറവാടിന്റെ അടുത്തുള്ള ഒരു സ്കൂളിലായിരുന്നു. പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ ആരും വിളിക്കാനും സംസാരിക്കാനും തോന്നിയില്ല. അല്ല, നീ എന്തിനാ എന്നെ വിളിച്ചേ? വെറുതെ. നീ സെന്റ് സേവിയർസിലല്ലേ പഠിച്ചത്? അതെ. ഇതെങ്ങനെ അറിയാം? നിന്റെ ക്ലാസ്മേറ്റ് ഒരു നിതിൻ മാത്യു ഉണ്ടായിരുന്നു. അവൻ ആക്ച്വലി എന്റെ നൈബറാണ്. ഓ, അപ്പൊ അവൻ നിന്റെ സ്പൈ ആയിരുന്നല്ലേ? പക്ഷെ അവൻ എന്റെ ഡിപ്പാർട്ട്മെന്റ് ഒന്നും അല്ലായിരുന്നു. അവൻ കൊമേഴ്സ് ആയിരുന്നല്ലോ. പിന്നെ അവന്റെ സ്പൈ ഒന്നും അല്ല കേട്ടോ. ഞാൻ അങ്ങനെ അവനെ ഇടയ്ക്ക് പുറത്തൊക്കെ വെച്ച് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ചുമ്മാ സമയത്ത് നിന്റെ കാര്യം പറഞ്ഞു, ഒന്ന് ശ്രദ്ധിച്ചേക്കാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതെന്തിനെ? ചുമ്മാ കാര്യം പറയടാ. കാര്യമായിട്ട് അത് നീ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ, നിന്റെ എക്സാം ഒക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ അറിയാനായിട്ട്. പിന്നെ വേറെന്തെങ്കിലും ഒക്കെ. വേറെ എന്തെങ്കിലും നിന്റെ കാര്യമൊക്കെ ഓക്കെ ആണോ, നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്നറിയാം. സത്യം പറയടാ. സത്യമായിട്ടും? എന്ത് ചിരിച്ചത്? ഒന്നുമില്ലല്ലോ അല്ലേ? ഒന്നുമില്ലടാ. ശരി. എന്നാ നമുക്ക് ബാക്കി ഷൂട്ട് ചെയ്യാം.
വിമാനത്തിൽ വീണു. അത് വേറെ ആരുമല്ല, ഞാനാ തള്ളിയിട്ടെ. ചേച്ചി എന്തിനാ മോൻ കട്ടിൽ തള്ളിയിട്ട്? ഇപ്പൊ എത്ര മണിയായെന്നാ നിന്റെ വിചാരം? സൂര്യന് ഉദിച്ച ശേഷമേ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന അത്ര നല്ല ശീലമല്ല. പോയി കുളി. ചേച്ചി, എന്റെ ചേച്ചിക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ അങ്ങനെ കുളിക്കാറില്ല. നിനക്ക് എന്നെ അത്ര മനസ്സിലായിട്ടില്ല. കുളിച്ചില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം ഞാൻ നിനക്ക് ഈ വീട്ടിൽ നിന്ന് തരത്തില്ല. എന്നോട് ഇങ്ങനെ അലറണ്ട, എനിക്ക് ചെവിയാക്കാം. എന്താ സംഭവം? അവൻ കുളിച്ചില്ലെങ്കിൽ അവനെ ഞാൻ ഒരു തുള്ളി വെള്ളം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. കൊടുക്കരുത് ചേച്ചി, പച്ചവെള്ളം കൊടുക്കരുത്. പോയി കുളിയടാ. നീ കുളിച്ചോളാം. ഞാനൊക്കെ രാവിലെ കുളിച്ചു. അവിനാശ? അവൻ രാവിലെ കുളിച്ച് ഭക്ഷണം കഴിച്ച് ജോലിക്ക് പോയി. എന്റെ ദൈവം, ഒരു ദിവസം ഉറങ്ങി എഴുന്നേക്കുമ്പോഴേക്കും ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ബേബി ചേച്ചി, ചേച്ചി എന്താടാ? ചേച്ചി, പുറത്ത് നല്ല മഴയും കുളിരൊക്കെ അല്ലേ, കുളിച്ചില്ലേ കുഴപ്പമുണ്ടോ? മര്യാദക്ക് നീ പോയി കുളിച്ചോ, അല്ലെങ്കിൽ കാന്താരി മുളക് അരച്ച് നിന്റെ മുഖത്ത് ഞാൻ തേക്കും. വേഗം പൊക്കോ, ഇല്ലേ ചേച്ചി പറഞ്ഞ പോലെ ചെയ്യും. ഇത് വെറും ബേബിയല്ല, റൗഡി ബേബിയാണ്. എന്തുവാടാ അവൻ പറഞ്ഞേ? അത് എണ്ണ അയച്ചു കുടിച്ചിട്ട് തരാം. ഈ സീനെ ഫുഡ് കഴിച്ച ഉടനെ തന്നെ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ലൈറ്റ് പോവും, പിന്നെ അത് മാത്രം വൈകുന്നേരത്തേക്ക് വെക്കേണ്ടി വരും. ഓക്കെ ശരി. ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാ? എടാ നമുക്ക് താഴത്തെ ഇവിടുന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാം. അതെ, അത് വേണ്ട. എല്ലാവർക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും വട്ടാണല്ലേ. വേഗം കൈ കഴുകിയിട്ട് വന്നിരുന്ന നല്ല ഉഗ്രം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ, കൈ കഴുകിയില്ലേ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്, കൈ കഴുകിയിട്ട് വാ. എടാ കഴിക്ക്. ഇതൊന്നും ആക്ച്വലി നിങ്ങൾ ബോധനാവേണ്ട കാര്യങ്ങളല്ല കേട്ടോ. നീ ഒരു പണി ചെയ്യ്, ഇതിന്റെ ബില്ലൊക്കെ ഇങ്ങെടുത്താ, ഞാൻ വിനോദേട്ടനെ കൊണ്ട് റിട്ടേൺ ചെയ്യിക്കാം. അതെ, ഇതിന് ബില്ലൊന്നുമില്ല, ഇത് വീട്ടിലുണ്ടാക്കിയതാ. പിന്നെ സത്യം. ആര്? താനുണ്ടാക്കിയതാ? പിന്നെ അല്ലാണ്ട് തനിക്കൊന്നും ഒരു വിശ്വാസം വരാത്ത പോലെ. അല്ല അങ്ങനെയൊന്നുമല്ല, ഇത് ആക്ച്വലി നന്നായിട്ടുണ്ട്. ശരിക്കും? അതേടാ. ഇവള് നല്ലൊരു കുക്കാ മോനെ. ഞാൻ കുറെ കാലം കിച്ചണിലൊന്നും കയറാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ ഇവളാ എല്ലാം കുക്ക് ചെയ്തോണ്ടിരുന്നേ. ഞങ്ങൾ ആക്ച്വലി ഫ്രണ്ട്സ് ഒരു വീട് റെന്റിന് എടുത്തിട്ടാണ് താമസിക്കുന്നത്. ഞങ്ങളുടെയും കുക്കിംഗ് ഒക്കെ കണക്കാണ്. പിന്നെ ഒരുത്തൻ കുക്ക് ചെയ്യും, അതവര് തോന്നണം. പിന്നെ ഇപ്പം ഈ ഇടയ്ക്ക് ഒരു ചേച്ചിയെ ഫുഡ് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നെന്തോ ഭാഗ്യത്തിന് ഹോംലി ഫുഡ് കഴിക്കാൻ. അതെ, ഓവർ ഓവർ. എടാ കാര്യമായിട്ട് ഇത് ആക്ച്വലി വീട്ടിലുണ്ടാക്കിയ പോലെ ഉണ്ട്. അതെ, ഞാൻ വിശ്വസിച്ചു. കുറച്ചും കൂടെ എടുക്കട്ടെ? അയ്യോ അയ്യോ വേണ്ട. അതെന്താ? അല്ല വേറൊന്നല്ല, ഇതെന്റെ കപ്പാസിറ്റി, ഞാൻ ഇത്ര കഴിക്കുള്ളൂ. നീ കഴിക്കും, നീ കഴിക്കും. നീ പല്ല് തേച്ചാ? അയ്യോ എല്ലാം ചെയ്താണ് ചേച്ചി, കഴിക്കട്ടെ. ഭയങ്കര വിഷമം. എങ്ങനെയുണ്ട്? സൂപ്പർ. ചേച്ചി താങ്ക് യു. പോട്ടെ. നീ എങ്ങോട്ട് പോന്ന്? ഒരു നോവല് വായിച്ചു തീർക്കാറുണ്ട്, പിന്നെ പറ്റിയ കുറച്ച് ഉറങ്ങണം. അപ്പൊ നീ രാത്രി ഉറങ്ങിയതാ? അത് കുഴപ്പമില്ല, രാത്രി എന്തായാലും ഉറങ്ങാനുള്ളതല്ലേ. അപ്പൊ സാധാരണ നിനക്ക് ഈ വീട്ടിൽ എന്താ പണി? അയ്യോ സാധാരണ എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. ഇവർക്ക് കഴിക്കാൻ വല്ലതും വെച്ചുണ്ടാക്കി കൊടുക്കണ്ടേ. പിന്നീടുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഞാനല്ലേ ഉള്ളൂ. ജോസഫേട്ടൻ്റെ അടുത്ത് പോയി എടുക്കുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചു തീർക്കണം. ഇതൊക്കെ കഴിഞ്ഞ് സമയം കിട്ടിയാൽ സിനിമ കാണണം. അപ്പൊ നിന്റെ സിനിമയാ? എന്റെ സിനിമയൊന്നും ആയിട്ടില്ല. ഒരു നടനോട് കഥ പറഞ്ഞപ്പോ അയാൾ പുതുമുഖ നടനെ വെച്ച് ചെയ്യിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് തിരക്കഥ ഒന്ന് പൊളിക്കണം. എന്നിട്ട് പൊളിച്ചാ? ഇല്ല. എന്ത്? അതിന് നിനക്ക് വില്ലേജ് ഓഫീസർ ഒപ്പ് വേണം നിനക്ക് പൊളിക്കാൻ? അയ്യോ അതല്ല ചേച്ചി, ഒരു മൂഡ് വന്നില്ല. അപ്പൊ ഉള്ള കാലം മുഴുവൻ നീ കണ്ടവന്റെ ചെലവിൽ ജീവിക്കാനാണോ പരിപാടി? അല്ല അല്ല. എടാ ചെക്ക, ഉള്ള സമയത്ത് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാക്കി നീ രക്ഷപ്പെടാൻ നോക്ക്. നോക്കാം. നോക്കിയാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിലേ പണ്ടത്തെ പോലെ ബംഗാളികളുടെ കൂടെ പോയി ജീവിക്കേണ്ടി വരും.